1989 മുതൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാലത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഈ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് വിട്ടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി നല്ല ലാഭം കുറച്ച് ചെറുതായിട്ട് ഞാൻ ഷെയർസിലൊക്കെ ഇത് ചെയ്യുമായിരുന്നു, ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. ഡെയിലി ട്രേഡിങ്ങും ഉണ്ടായിരുന്നു, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ആ വേൾഡ് എക്കോണമിക് റിസഷൻ വന്ന സമയത്ത് ഭയങ്കരമായിട്ട്, അതായത് ഏതാണ്ട് 100 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 10 രൂപ 6 രൂപ വില എന്നുള്ള കണക്കായിപ്പോയി. അപ്പോൾ ആ സമയത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഫ്യൂച്ചർ ട്രേഡിങ്ങിലും ഇടപെടുമായിരുന്നു. ഇത്രയും കാലം 22 വയസ്സ് പ്രായത്തിൽ വന്ന് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ പൈസ കുറെയൊക്കെ പോയി. അത് ഇതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് തളരാണ്ട് വീണ്ടും നിങ്ങൾ നല്ല രീതിയിൽ പതറുന്നില്ല, പതറി എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ പൈസ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അല്ലെ ഇപ്പൊ ഈ ഷെയറിൽ ഇട്ട പൈസ നമ്മൾ പോയി, ഇനിയിപ്പോ ഇതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ സേഫ് ആയിട്ട് നിങ്ങൾ കളിക്കും, അല്ല വളരെ സേഫ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കുമ്പോണ്ടാവുമായിരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ, അതായത് അനുഭവമാണല്ലോ നമ്മളെ പഠിപ്പിക്കുക. അപ്പം ഒരു പ്രാവശ്യം ഇത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ വീഴ്ചകളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഒരു വിശകലനം നടത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഇതൊരു വലിയ എക്സ്പീരിയൻസ്, അല്ല നിങ്ങളുടെ ഈ ജീവിതം തന്നെ ഒരു വലിയ എക്സാമ്പിൾ ആയിട്ട് ഉണ്ടാവും. ബിക്കോസ് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, ഷെയറിൽ വന്നിട്ട് വിട്ട ഒത്തിരി ആൾക്കാരും ഉണ്ട്, ഗെയിൻ ചെയ്ത ഒത്തിരി ആൾക്കാരും ഉണ്ട്. പക്ഷെ ഏത് കാര്യം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ലാഭം കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാതെ ഇത് നമുക്ക് കൂടുതൽ അതാണ് വേണ്ടത്. ഷെയർ മാർക്കറ്റിൽ ഒരു കാര്യമുണ്ട്, ഫുള്ളി നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുതെന്നാണ് അനാലിസിസ്റ്റുകൾ പറയുന്നത്. ഞാൻ 1982 തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഷെയർ മാർക്കറ്റ്സിൽ. അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും പബ്ലിക് ഇഷ്യൂകളിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളായിരുന്നു. അതിങ്ങനെ കിടക്കുമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ HDFC ഷെയർ എന്ന് മാർക്കറ്റിലെ ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. 13 രൂപ വിലയ്ക്ക് എനിക്ക് കിട്ടിയ HDFC ഷെയറാണ്. 130 രൂപ വിലയ്ക്ക് വെച്ച HDFC ഷെയർ 13 രൂപ വെച്ച് ഇന്നത്തെ വില 2700-800 രൂപ വിലയാണ്. 13 രൂപ വില വെച്ചു ഞാൻ വിൽക്കുന്ന സമയത്ത്, ആ ഷെയർ എൻ്റെ കയ്യിൽ ഞാൻ വിൽക്കുന്ന സമയത്ത് ഏതാണ്ട് 1500 റുപ്പീസിനാണ് ഞാൻ വിറ്റത്. അപ്പോഴും എനിക്ക് പ്രോഫിറ്റാണ്. 13 റുപ്പീസ് എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളായിരുന്നു. എൻ്റെ കയ്യിൽ ഏതാണ്ട് 400 ഷെയർസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ഷെയർസ് ഉണ്ടായിരുന്ന ഞാനാണ് ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ. ലോസ് ഏത് കമ്പനിയെന്നൊന്നും പറയാനില്ല, എല്ലാ കമ്പനികളിലും ലോസ് ആയിരുന്നു. ഇപ്പം ഈ ഓൾമോസ്റ്റ് ടോട്ടൽ അത് റെപ്യൂട്ടഡ് കമ്പനി അല്ലാത്ത കമ്പനികളെല്ലാം ഓൾമോസ്റ്റ് ഇറേസ് ആയി പോയെന്നുള്ള. സോ ഇത്രയും ഷെയർ മാർക്കറ്റിൽ ഇത്രയും ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്വൈസ് പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിൽ ഷെയർ മാർക്കറ്റിൽ അവർക്കുള്ള ആ ഒരു അടി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ അത് മനസ്സിലാക്കും. മാത്രമല്ലാതെ നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ഇപ്പോൾ നിങ്ങൾ 89 നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നുണ്ടല്ലോ? ചെറുതായിട്ട് തുടങ്ങി, 94 ആയപ്പോഴത്തേക്ക് അതിന്റെ പീക്കിലെത്തി. എപ്പോഴും നല്ല ഇതായിട്ട് നടക്കുന്നു. ആരൊക്കെയാണ് നിങ്ങളുടെ വലിയ വലിയ ക്ലയൻസ് നിങ്ങൾ ചെയ്തു? ക്ലയൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബോംബെയിലെ പേരെടുത്ത ഒരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു, രത്തൻജെ ബാട്ട്ലിബായി എന്നും പറഞ്ഞു, RJBA. ഒരു നല്ലൊരു ആർക്കിടെക്റ്റാണ്, ആരുടെ ഗൈഡ് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ റെപ്യൂട്ടഡ് കോൺട്രാക്ടേഴ്സ്, നല്ല ആർക്കിടെക്റ്റുകൾ, ഇവരുടെ അടുത്ത്. ഇൻറ്റീരിയർ ലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ലൈൻ പോലെ അല്ല. ഇൻറ്റീരിയർ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡോർ വർക്ക് മാത്രമേ ഉള്ളൂ, ഔട്ട്ഡോർ ഇല്ല. അതായത് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ബോംബെയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വർക്കുകൾ നടക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റൈലിലുള്ള വർക്കുകളാണ് നടക്കുന്നത്. സാധാരണ ഒരു ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന കണക്ക് ഒരു ഹൗസ് വയറിങ് ഒന്ന കണക്കല്ല നടക്കുന്നത്. എല്ലാം നല്ല പ്ലാനിങ്ങോടുകൂടി പ്ലാൻ തരും. ഇപ്പം ആർക്കിടെക്ട് ഒരു പ്ലാൻ തന്നു കഴിഞ്ഞാൽ ആ പ്ലാൻ നമ്മൾ ലാസ്റ്റ് വരെ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കണം. അതിനകത്തൊന്നും ഒരു വള്ളി മാറാൻ പറ്റില്ല. എല്ലാം അപ് ടു മാർക്ക് മെഷർമെൻറ്റോടുകൂടി ആയിരിക്കും. പിന്നെ കൂടുതലും എൻ്റെ വർക്കുകൾ നടക്കുന്ന ഇപ്പം റെസിഡൻസുകളിലാണ്. ഇലക്ട്രിക്കൽ
കോൺട്രാക്ടിൽ നോർമലി ഇലക്ട്രിക്കൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റും ഫാൻ ഫിക്ചേഴ്സ് ഇങ്ങനത്തെ വർക്കൊക്കെ വയറിംഗ് വർക്ക്സ് ഒക്കെ എല്ലാം അതാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കൺസൾട്ടൻസിയും ചെയ്യുന്നുണ്ട്. അതായത് പുതിയ ഒരാൾക്കൊരു വർക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വിളിക്കും, എനിക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ പ്ലാൻ അവർക്ക് കൊടുക്കും. പിന്നെ അവരുടെ ആ പ്രൊജക്റ്റ് കഴിയുന്നത് വരെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവർ നമുക്ക് സൂപ്പർവൈസിങ് നമ്മളായിരിക്കും പിന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്ന കണക്ക് തന്നെ അവിടെ വർക്കുകൾ നടക്കും. അങ്ങനെ കാര്യം. ആൾമോസ്റ്റ് എത്ര പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുക? ഇപ്പോൾ പ്രൊജക്റ്റ് കുറഞ്ഞതൊരു 10-40 പ്രൊജക്റ്റെങ്കിലും ഇതിനോടകം ചെയ്ത് കഴിഞ്ഞ്.